നമസ്കാരം. ജോൺ ബ്രിട്ടാസ് എന്ന CPIM-ന്റെ MP ലോക്സഭയിൽ ഉന്നയിച്ച കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ ഒരു വിഷയത്തിൽ സോണിയാഗാന്ധിയുടെ പിന്തുണ, ആരുടെ? സാക്ഷാൽ സോണിയാഗാന്ധിയുടെ പിന്തുണ കേരളത്തിലെ ഒരു MP-മാർക്കും ഇതുവരെ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇപ്പോൾ 18 വാഴകളുണ്ട്. അല്ലാതെ തന്നെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ വാഴകളായിട്ട് മാത്രം കാണുന്നവർ ഇതുവരെ പല വിഷയങ്ങൾ സഭയിൽ ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നിരന്തരം രാജ്യസഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായിട്ട് ബ്രിട്ടാസ് ഓരോ വിഷയങ്ങളും ഉയർത്തുമ്പോൾ അത് സംഘപരിവാറുമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് പരിഹസിക്കുന്നവർക്ക് ഈ വാർത്തയൊന്നും കണ്ടേ. ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ പണിമുടക്കുമായിട്ടും തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ആ വിഷയത്തിൽ സോണിയാഗാന്ധി അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുകയും ആ പ്രസംഗത്തിന് താൻ പിന്തുണയ്ക്കുന്നു എന്ന് രേഖാമൂലം സഭയിൽ അറിയിച്ചു എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാതൃഭൂമിയിലൂടെയാണ്. കേട്ടെ. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. കോൺഗ്രസും CPM-ഉം തമ്മിൽ ഉള്ള ശക്തമായ വാക്പോരാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. പക്ഷേ ഇതിനിടെ രാജ്യസഭയിൽ ഒരു രസകരമായ സംഭവം നടന്നു. CPM-ന്റെ ഒരു MP രാജ്യസഭയിൽ ഉയർത്തിയ വിഷയത്തിന് പിന്തുണയുമായി സോണിയാഗാന്ധി രംഗത്തെത്തി. മറ്റാരുമല്ല, ബ്രിട്ടാസിന്റെ വിഷയത്തിനാണ്. ബ്രിട്ടാസ് എങ്ങനെ ഈ സോണിയാഗാന്ധിയുടെ പിന്തുണ ആർജിച്ചു? അല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാനവിടെ പ്രസംഗിക്കുന്നത് കേട്ട് അവർക്ക് അതിനോട് യോജിപ്പ് പ്രകടിപ്പിക്കണമെന്നും അതിനെ പിന്തുണയ്ക്കണമെന്നും അവർക്ക് തോന്നി. അങ്ങനെ സ്വമേധയാ അവർ എൻ്റെ ശൂന്യവേളയിലെ പരാമർശങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രേഖാമൂലം തന്നെ അത് രാജ്യസഭാ സെക്രട്ടേറിയറ്റിന് നൽകുകയാണ് ചെയ്തത്. സന്തോഷമുള്ള കാര്യം. എന്താ കാരണം എന്ന് വെച്ചാൽ തൊഴിലാളികളുടെ കാര്യത്തെക്കുറിച്ചും കർഷകരുടെ കാര്യത്തെക്കുറിച്ചും യുവാക്കളുടെ കാര്യത്തെക്കുറിച്ചാണ് ഞാനവിടെ ശൂന്യവേളയിൽ സംസാരിച്ചത്. പിന്നെ ഈ പറഞ്ഞ US ട്രേഡ് ഡീലിനെ കുറിച്ചും. അപ്പോൾ ഒരുപക്ഷെ ഇവിടെ നടക്കുന്ന ജനകീയ പ്രക്ഷോഭത്തെക്കുറിച്ച് വലിയ മതിപ്പില്ലാത്ത കേരളത്തിലെ കോൺഗ്രസ്സുകാർ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ ആ ഒരു നടപടി നിരീക്ഷിക്കുമെന്നും അതിൽ നിന്ന് ചില പാഠം പഠിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ല, സാധാരണ കോൺഗ്രസ്സുകാരുടെ കാര്യങ്ങൾക്ക് പോലും സോണിയാഗാന്ധി ഇങ്ങനെ പരസ്യമായ ഒരു പിന്തുണയുമായി വരാറില്ല. അപ്പോഴാണ് ഒരു CPM മെമ്പറുടെ ഒരു CPM അംഗത്തിൻ്റെ പിന്തുണയുമായി വരുന്നത്. അതിൽ എന്തെങ്കിലും കൂടുതലായി വായിക്കേണ്ടതായുണ്ടോ? ഒന്നുമില്ല. ഞാൻ ഉയർത്തിയ വിഷയത്തോടുള്ള അവരുടെ ഒരു അടുപ്പം അല്ലെങ്കിൽ അതിനോടുള്ള അവരുടെ നിലപാട്, ആ നിലപാട് ഉറക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. ഇപ്പം താങ്കൾ പറഞ്ഞത് ശരിയാണ്. സോണിയാഗാന്ധി അങ്ങനെ സാധാരണഗതിയിൽ അങ്ങനെ അംഗങ്ങൾ പറയുന്നതിനോടൊന്നും അങ്ങനെ യോജിപ്പ് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പൊതുവേ അസോസിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ ഇത് ഞാൻ ഉയർത്തിയ വിഷയത്തിൻ്റെ ആ ഉള്ളടക്കത്തോടുള്ള അവരുടെ ഒരു സമീപനമായിരിക്കാം. ഇത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കുള്ളൊരു സന്ദേശമാണ് കേട്ടോ. കണ്ടല്ലോ, ഇടതുപക്ഷത്തിൻ്റെ MP-മാരെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ വരെ അംഗീകരിക്കുന്നു. അധ്യക്ഷയായിരുന്ന വ്യക്തി പോലും, അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ പരമോന്നത സ്ത്രീ പോലും അംഗീകരിക്കുന്നു എന്ന് പറയുന്നിടത്ത് എന്താണ് CPM പാർലമെൻറ്റിലേക്കൊക്കെ അയക്കുന്ന സ്വരങ്ങൾ? അത് എത്രമാത്രം ശക്തമാണ്? കോൺഗ്രസ്സിലെ സോണിയാഗാന്ധി പോലും ആഗ്രഹിക്കുകയാണ്. കേരളത്തിൽ നിന്നെങ്കിലും ഇങ്ങനെ ഒരു ശബ്ദം അവിടെ കേൾക്കുന്നുണ്ടല്ലോ. ഞങ്ങളിവിടെ ജയിപ്പിച്ചുകൊണ്ട് വന്നതെല്ലാം മരവാഴകളാണ്, അവന്മാരിൽ നിന്ന് ഒരു പ്രതീക്ഷയില്ല, അവിടെ വരാറില്ല, വന്ന കോഫി ഹൗസിലിരുന്ന് ചായയും പരിപ്പോടയും കഴിച്ചിട്ട് വീട്ടിൽ പോകുന്നതല്ലാതെ മോദിക്ക് അലോസരമുണ്ടാക്കുന്ന ഒരു വാചകം ഇവരിൽ നിന്ന് ഇതുവരെ കേട്ടിട്ടില്ല. സോണിയാഗാന്ധിക്ക് വരെ മനസ്സിലായി. ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം മാതൃഭൂമിയിൽ പറഞ്ഞത് കേട്ടല്ലോ. അദ്ദേഹം ഉന്നയിച്ച വിഷയത്തെ സോണിയാഗാന്ധിക്ക് തന്നെ കേട്ടപ്പോൾ സംഘപരിവാറിനെതിരെ ഉയർത്തുന്ന കൃത്യമായിട്ടുള്ള വിഷയമാണ്, രാഷ്ട്രീയമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിൽ ഇത്രയും വലിയ രാഷ്ട്രീയ ചർച്ച. കാര്യം പലതരത്തിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഈ അടുത്ത കാലത്ത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും സോണിയാഗാന്ധിക്കെതിരെയൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ടെങ്കിലും എന്താണ് ഇടത് MP-മാർ എന്നതിനെ സംബന്ധിച്ച് RSSൻ്റെ പാലമാണെന്നൊക്കെ ഈ നാട്ടിൽ വന്നിരുന്ന് പച്ച നുണ പറയുമ്പോൾ എന്താണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്കൊക്കെ CPM MP-മാരെ കുറിച്ചുള്ള നിലപാടെന്നും അവർ കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങൾ ഉയർത്തുന്നുണ്ടെന്നും അതിന് പിന്തുണ കൊടുക്കേണ്ടത് സോണിയാഗാന്ധിയുടെ ഉത്തരവാദിത്തമാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചിന്തിക്കൂ. കേരളത്തിൽ 10 പൈസ പണിയെടുക്കാതെ കുറേ മാധ്യമങ്ങളെയും PR-കാരെയും കൊണ്ടുവന്നു ലോക്സഭയിൽ പോയി നരേന്ദ്രമോദിക്കെതിരെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ നാവ് അനക്കാതെ അവിടെ പോയി ചായയും കുടിച്ച് തിരിച്ചു വരുന്നവർ ഈ നാടിന് ഗുണമുള്ളതാണ്. ബജറ്റിൽ ഈ നാടിനോട് കാണിച്ച അവഗണനയെ സംബന്ധിച്ച് ഒരക്ഷരം
സഭയിൽ ഉന്നയിക്കാതെ ഇവിടെ ജാഥയും കളിച്ച് നടക്കുകയാണ്. എങ്ങനെ മാസം 1.5 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും വാങ്ങി പോക്കറ്റിലിട്ടിട്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ അടുത്ത 5 വർഷം എനിക്ക് കുടുംബം പോറ്റാനുള്ള ഫണ്ടാണ്, ആ നികുതി ഫണ്ട് എടുത്ത് ഇങ്ങനെ ദൂർത്തടിച്ച് കളയുന്നവർ. യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിയിലുള്ള നേതാക്കന്മാർ പോലും അവരെ അംഗീകരിക്കുന്നില്ല, അവരുടെ പ്രസംഗം കേൾക്കാൻ പോലും മുതിരുന്നില്ല. പക്ഷേ ഒരു CPM MP പ്രസംഗം കേൾക്കാൻ സോണിയാഗാന്ധി വരെ തയ്യാറാകുന്നുണ്ട്. അതിനെ പിന്തുണയ്ക്കാൻ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇടത് MP എത്ര ശക്തമായിട്ടാണ് കേന്ദ്ര സർക്കാരിനെ ഉൾപ്പെടെ ലോക്സഭയിൽ പ്രതിരോധിക്കുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായ ശബ്ദമായി മാറുന്നു എന്ന് സോണിയാഗാന്ധിക്ക് വരെ ബോധ്യപ്പെട്ടു എന്നുള്ളത് ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പൊൻതൂവലാണ്. ബ്രിട്ടാസിന്റെ പ്രകടനത്തിന് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.